ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. RSS ഒരു 4 വയസ്സായി കഴിഞ്ഞാൽ ഈ പറയുന്ന RSSകാര് വീട് തോറും കയറി ഇറങ്ങുകയാണ്. തങ്ങളോട് അനുഭവമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുക, അവരെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്ത് 4 വയസ്സായി കഴിയുമ്പോൾ തൊട്ട് ഇങ്ങനെ ശാഖയിൽ കൊണ്ടുപോയിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഒന്നും അറിയാത്ത പിള്ളേരാണല്ലേ, അവരിലേക്ക് എന്തൊക്കെയാണ് കുത്തിവെക്കുന്നത്, ഏത് രീതിയിലാണ് അവർ ട്രെയിൻ ചെയ്യിക്കുന്നത് പറഞ്ഞാൽ അവർ വേറൊരു രീതിയിലേക്ക് അങ്ങ് മാറിപ്പോകും. അത് ശരിയായൊരു കാര്യമല്ല ചേച്ചി പറഞ്ഞത്. അത് ഉൾക്കൊള്ളാൻ ആ കുട്ടി പ്രാപ്തനാണോ, ആ കുട്ടിക്ക് അത് ഇഷ്ടമുണ്ടോ എന്ന കാര്യം പോലും അന്വേഷിക്കാതെ ഇപ്പോ ഈ രക്ഷകർത്താക്കന്മാർ അവർ സംഘപരിവാർ സംഘടനയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് ഇവിടെ നിന്ന് ദുരനുഭവങ്ങളൊന്നും ഇല്ല എന്നും ആയിക്കോട്ടെ, പക്ഷെ സ്വന്തം കുട്ടിയെ കൊണ്ട് അവിടെ വിടുമ്പോൾ അവൻ അവിടെ കംഫർട്ട് ആണോ, അവൻ അവിടെ ഹാപ്പി ആണോ, ഈ ഒരു രീതി അവന് ഫോളോ ചെയ്യാൻ സന്തോഷമുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം മാത്രം ആ കുട്ടികളെ അവിടെ ഇപ്പോഴായാലും നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ഈ സംഘപരിവാർ സംഘടനയിലുള്ള അവരുടെ മക്കൾ ശാഖകളിൽ പോകുന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ അവരോട് അല്ലെങ്കിൽ ഒരു ടീനേജ് ആയ കുട്ടികളോടായാലും നിങ്ങളൊന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ, ഒരു സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി സ്വന്തം കുട്ടികളെ ബലി കൊടുക്കുക. ദയവ് ചെയ്ത് കുട്ടികളെ ബലി കൊടുക്കരുത്. അവരോട് മനസ്സ് തുറന്ന് ചോദിക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടോ, നിങ്ങൾ മാനസികമായി അതിന് നിങ്ങൾക്ക് തയ്യാറാണോ, ഈ ഒരു ഇത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ മക്കളോട്. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിർപ്പാണെന്നോ വിമർശനമാണെന്നോ കരുതാതെ നിങ്ങളുടെ മക്കളോട് ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കുക ഓക്കെ ആണോ എന്ന്. ദയവേത് ഇവിടെയുള്ള ശാഖയിൽ പോകുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളോടുള്ള ഒരു അപേക്ഷയാണ്, മക്കളോട് ചോദിക്കുക നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം അവരെവിടെ പോകാൻ അനുവദിക്കുക.